ഗൈസ്, നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാവാൻ പേടിയുള്ള ആൾക്കാരാണ്. ഒറ്റയ്ക്കാവാൻ പേടിയുള്ള ആൾക്കാരോട് പറയുന്ന കാര്യമാണെങ്കിലല്ലേ ഗൈസ്, ഞങ്ങൾക്ക് ചുമ്മാ ഒരു കൂട്ടം കാണിച്ചത്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ കാലത്ത് കഴിക്കണ ഫുഡ് ഇട്ടാ. ഗൈസ്, നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ആരും വേണമെന്നൊന്നുമില്ല. അപ്പം അടിപൊളിയാണ് ലൈഫ്, അറിയോ? നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ഒരു തെണ്ടി കൂടി നോക്കണ്ട. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗൈസ്, ബി അലോൺ. നമ്മൾ അതാണ് നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും അത് വളരെയധികം വലിയ സഹായമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാവാൻ പഠിക്കണം എല്ലാവരും. അതായത് ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്തായാലും എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റണം. നമ്മളൊരു 80% ആൾക്കാർ മറ്റുള്ളവർ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ തന്നെ എഴുതും. എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ വിട്ട് വരാൻ എനിക്കും താല്പര്യം ഉണ്ടായില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരൊപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓക്കെ, എനിക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. ഇവിടെ വരുമ്പോൾ ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, നെക്സ്റ്റ് അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ പെട്ടെന്നൊന്ന് ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുന്നു. പക്ഷെ അങ്ങനെയല്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ലൈഫിലെ ഏറ്റവും അടിപൊളി. അതിപ്പോൾ എങ്ങനെയാ പറഞ്ഞുതരാം? ഇപ്പം എനിക്ക് നല്ല സമാധാനമുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കണ പോലെ അവരെൻ്റെ ഒപ്പം വേണം, ഇവരെൻ്റെ ഒപ്പം വേണം, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലാണ് ലൈഫ് അടിപൊളിയാവില്ല. അങ്ങനെ നല്ല കേട്ടോ. ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവരുടേതായ കാര്യങ്ങളിലേക്ക് മാറും. അപ്പം നമ്മൾ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കല്ല ചെയ്യണ്ടേ. നമ്മൾ നമ്മുടേതായ ഒരു സ്പേസിലേക്ക് മാറാണ് വേണ്ടേ. നമ്മളെപ്പോഴാണോ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരുന്നത് അതൊരു ഡ്രോബാക്കായിട്ട് നിങ്ങൾ കാണല്ലേ. അതൊരു ഗ്രോപ്പ് ടൈമാണ്. അതായത് നമുക്ക് ഇവരൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്യും കാര്യങ്ങൾ. ചിലപ്പോൾ എല്ലാവരും കാര്യം സെയിം ആയിരിക്കില്ല. എന്തായാലും ബൈ ഗൈസ്.